ഹായ്, ഇന്നത്തെ സ്റ്റോറിയുടെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടയിലുള്ള പല ആളുകളും അവർ വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പല കാര്യത്തിനായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവർക്ക് ഉണ്ടാകുന്ന റിസൾട്ട് വളരെ ചെറുതായിരിക്കും. അവർ എത്ര ശ്രമിച്ചിട്ടും അവർക്കൊരു നല്ലൊരു രീതിയിലേക്കുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കാറില്ല. അതിൻ്റെ ഒരു പ്രൈമായിട്ട് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ ഡയറക്ഷൻ റോങ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് പോയിന്റ് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ട്യൂൺ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അത് ചെയ്യാൻ അവരെ എപ്പോഴും സഹായിക്കുന്ന ഒരു നല്ലൊരു മെൻറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഗൈഡായിരിക്കും. പല ആളുകളും അങ്ങനെ ഒരു ഗൈഡിൻ്റെ സപ്പോർട്ട് എടുക്കാതെ ഡയറക്റ്റ്ലി നല്ല രീതിയിലുള്ളൊരു ഹാർഡ് വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ഓവർ ദ ടൈം അവർക്ക് തന്നെ ഒരു ഡീമോട്ടിവേഷൻ, അവർക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കണം, എന്ത് ഡൊമൈനിലാണെങ്കിലും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് എടുക്കാനായിട്ട് എടുക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തുകയായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ട് ടൈമും കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പേ ചെയ്യുന്ന ഒരു ഫീസ്, ഒരു കൺസൾട്ടൻസ് ഫീസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഫീസ് ശരിക്കും പറഞ്ഞാൽ അത് തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ സ്റ്റോറി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്റ്റോറി ഇങ്ങനെയാണ്. വീർ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവനിപ്പോൾ ഒരു 18 വയസ്സോളമായി. അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു നല്ലൊരു മാർഷൽ ആർട്സ് ആവണം, അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡിങ് പവറുള്ള ഒരു ഭയങ്കര ശക്തിയായിട്ടുള്ള ആളാവണം എന്നാണ് ആഗ്രഹം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് 12 വയസ്സുള്ള സമയത്ത് അവൻ്റെ ഗ്രാമത്തിൽ, ഇത് നടക്കുന്നത് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലാണ്, ഒരു ഇന്റേണൽ കലഹം സംഭവിക്കുന്നു. അവൻ്റെ അച്ഛൻ ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നു. അന്നേരം ഇവനെ നോക്കി നിൽക്കാനേ അവന് സാധിച്ചുള്ളൂ. കാരണം അവനൊരു പയ്യനാണ്, അവനൊന്നും ഡിഫെൻഡ് ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലുതാകുമ്പോൾ അവനെപ്പോലെ തന്നെ ഇങ്ങനെ ശക്തിയില്ലാത്തവർക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഒരുത്തനാവണം അവൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തേക്കുന്നത് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാവുന്നതാണ് വാക്ക് കൊടുത്തത്. അതുകൊണ്ട് അവൻ ആ 12 വയസ്സ് മുതൽ എന്നും കൃത്യമായിട്ട് രാവിലെ എക്സസൈസ് ചെയ്യും, നന്നായിട്ട് ബോഡി ബിൽഡ് ചെയ്യും. അവൻ്റെ വീടിൻ്റെ അടുത്തൊരു മരവും കാര്യങ്ങളും, അവിടെ കൃത്യമായിട്ട് അവൻ പഞ്ച് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പഞ്ച് കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ല രീതിയിലൊരു അവൻ സ്ട്രോങ് ആയിട്ടാണ് വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ വരുവാണ്. അപ്പോൾ ഇവൻ അത്രയ്ക്കും സ്ട്രോങ് ആണ്, അവൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അവന് വിൻ ചെയ്യാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അവനങ്ങനെ ആ ഫൈറ്റിംഗ് കോമ്പറ്റീഷന് മത്സരിക്കാൻ ചെല്ലുന്നു. അങ്ങനെ അവൻ്റെ ഒപ്പോണൻ്റ് ആണെങ്കിൽ അത്ര സ്ട്രോങ് ഒന്നുമല്ല, വളരെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരുത്തരാണ്. അപ്പോൾ അവനെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്താമെന്നാണ് ഇവൻ വിചാരിച്ചത്. ഇവൻ്റെ ഒപ്പം ഇവൻ്റെ നാട്ടിൽ നിന്ന് പല ആളുകളും ആ കോമ്പറ്റീഷൻ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഇവൻ എത്രയൊക്കെ പഞ്ച് ചെയ്ത് നോക്കിയിട്ടും അവനതെല്ലാം ഒഴിഞ്ഞു മാറുന്നു. അവനിങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്ന പഞ്ചുകളോ ഒന്നും തന്നെ ഒരു കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവന് ഭയങ്കര ശക്തിയിലാണ് ഇവൻ ഫൈറ്റ് ചെയ്യുന്നതെങ്കിലും അവൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് ആയിട്ടുള്ള അറ്റാക്കിൽ ഇവനവിടെ വീണു പോകുന്നു. അങ്ങനെ മത്സരം തുടങ്ങി ഒരു മിനിറ്റ് തികച്ചില്ല, ഇവനവിടെ നിലം പരിശാവുന്നു. ആ പയ്യൻ വിന്നറാവുന്നു. അങ്ങനെ ഇവനാകെ വിഷമമായി. ഇവന് ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തതെല്ലാം വേസ്റ്റാണ്, ഇവന് ഒരാളെ പോലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലാവുന്നു. അവനങ്ങനെ അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവൻ്റെ അമ്മയോട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അമ്മ കാര്യം പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്ത്, നിനക്ക് പറ്റുന്ന ഇനിയും പ്രാക്ടീസ് ചെയ്താൽ എന്ന് പറയുന്നു. പക്ഷേ അന്നേരത്തേക്ക് അവൻ്റെ കോൺഫിഡൻസ് ഒക്കെ മൊത്തം പോയി, അങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുന്നു. അവൻ പിറ്റേ ദിവസം രാവിലെ കാര്യം പറഞ്ഞ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും അവൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മത്സരം പോലും അവന് വിൻ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 1-2 ദിവസം കടന്നുപോയി. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അവൻ്റെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആ കളരിയിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഒരു മാർഷൽ ആർട്സിൽ എക്സ്പേർട്ടായിട്ട് തോന്നുന്ന ഒരാൾ വന്നിങ്ങനെ ഇവന് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണുന്നു. അപ്പോൾ ഇവന് ഇയാളോട് നോക്കാനായിട്ട് അവൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തില്ലേ, നിങ്ങളുടെ ഒപ്പോണൻ്റായിട്ട് മത്സരിച്ച് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. നിങ്ങളുടെ മത്സരം കണ്ടിരുന്നു, നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസ് ഒന്നും കറക്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നി, അത് കാരണം നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആ ഒപ്പോണൻ്റ് ലക്കൗണ്ടായിരിക്കും ചിലപ്പോൾ ജയിച്ച്. അപ്പോൾ ആ മാർഷൽ ആർട്സ് ഒരു എക്സ്പേർട്ടായിട്ട് പുള്ളി ഇവനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഫെയിൽ ആയെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്നോട് ഫൈറ്റ് ചെയ്ത ആൾ ഭയങ്കര നല്ല ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്തത്, എനിക്ക് അങ്ങനെ ടെക്നിക്സ് ഒന്നും അറിയാൻ പാടില്ലായിരുന്നില്ല. ഞാൻ കിക്ക് ചെയ്തൊന്നും കൃത്യമായിട്ട് അവൻ്റെ അടുത്ത് കൊള്ളിക്കാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഫെയിലായെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളും വെച്ചാണ്. അത് വെച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ മത്സരത്തിലും വിജയിക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഈ പ്രാക്ടീസ്, നിങ്ങളുടെ ഈ മരത്തിൽ നിങ്ങൾ ഇടിച്ചിടിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ എനിക്ക് കാണാൻ സാധിക്കും, അതിനുള്ള പഞ്ചിങ് പവറൊക്കെ എനിക്ക് കാണാൻ സാധിക്കും.
പക്ഷെ നിങ്ങളുടെ പഞ്ചിൻ്റെ പവർ ഒരു ഫോക്കസ്ഡ് ആയിട്ടല്ല നടക്കുന്നത്. അദ്ദേഹം അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് അവിടെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അവനോട് ഇടിച്ച് പൊട്ടിക്കാമെന്ന് വെച്ചു. അവൻ ഇടിച്ചു നോക്കി, പക്ഷെ അവൻ്റെ കൈ വേദനയെടുത്തല്ലാതെ കല്ലിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ ആ മാസ്റ്റർ ചെറിയൊരു ഫോഴ്സ് കൊണ്ട് അത് കൃത്യമായിട്ട് പോയിന്റിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ അത് ബ്രേക്കായി. അപ്പോഴാണ് ഇവൻ ആ ഒരു ഫോഴ്സിൻ്റെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത്. അവൻ പറഞ്ഞു, ഇവൻ ആ മാസ്റ്ററോട് ചോദിച്ചു, എന്നെയും നിങ്ങളിവിടെ സ്റ്റുഡൻ്റായിട്ട് ചേർക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്റ്റുഡൻ്റായിട്ട് ചേർക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച എല്ലാ കാര്യം നിങ്ങളോട് മറക്കണം. ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ ഞാൻ ഈ സ്റ്റുഡൻ്റായിട്ട് ചേർക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു ഈഗോ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. നിങ്ങൾ പഠിച്ചതൊക്കെ അത് തെറ്റാന്ന് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് എൻ്റെ അടുത്ത് പരിപാടി ഫ്രഷ് ആയിട്ട് തന്നെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ വന്നോളാം എന്ന് പറഞ്ഞു. ഈ മാസ്റ്ററിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നു. മാസ്റ്റർ ഇപ്പോൾ ആദ്യത്തെ ദിവസം അവനോട് പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു നിൽക്കാനായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്ററിൽ നിൽക്കാൻ പറയുന്നു. അവൻ നിന്നു. രണ്ടാമത്തെ ദിവസം അവൻ നിന്നു. മൂന്നാമത്തെ ദിവസം അവനോട് അങ്ങനെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇതെന്തിട്ട് ഞാനിങ്ങനെ നിൽക്കണേ, നിങ്ങൾ നിന്നിട്ട് എന്താ കാര്യം, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതിൻ്റെ എല്ലാം നിങ്ങൾ റോങ് ആണെന്നുള്ളവർ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഒരാഴ്ച അങ്ങനെ നിർത്തി. നിന്ന് കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് അവിടെ നിൽക്കുന്ന പോസ്റ്ററിൽ നല്ല രീതിയിൽ എനർജി അവൻ്റെ കാലുകളിലേക്കും കയ്യിലേക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മാസ്റ്റർ അങ്ങനെ ഒരാഴ്ചയോളം നിർത്തിയത്. പിന്നെ ഒരാഴ്ച മാസ്റ്റർ അവിടെ നടക്കാൻ പഠിപ്പിക്കുന്നു, എങ്ങനെയാണ് എനർജി ഫോക്കസ് ചെയ്ത് നടക്കണമെന്ന് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച മാസ്റ്റർ അവരോട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഫ്രഷറായിട്ട് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാളെ പഠിപ്പിക്കുന്നതിൽ അവനെ ഒരു 1-2 മാസം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അന്നേരം ആണോ അവൻ ഇത്രയും നാൾ ചെയ്ത അത്രയും എഫേർട്ടിൻ്റെ പകുതി പോലും എഫേർട്ട് അവൻ ഇപ്പോൾ എടുക്കുന്നില്ല. പക്ഷെ അവന് നല്ല ഫോക്കസ് ആയിട്ട് ചെയ്യാൻ കാര്യങ്ങൾ പറ്റുന്നു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞു. അങ്ങനെ വേറൊരു വലിയൊരു മത്സരം വരുന്നു. അവിടെ ഇവൻ മത്സരിക്കാൻ പോകുന്നു. ഇവൻ്റെ ആ കഴിഞ്ഞ 4-5 കൊല്ലം എടുത്ത എഫേർട്ടിൻ്റെ ഒരു പകുതിയോളം പോലും എഫേർട്ട് അവൻ ഈ 6 മാസം കൊണ്ട് എടുത്തിട്ടില്ല. പക്ഷെ അവൻ്റെ ഓരോ പഞ്ചും ഓരോ കിക്കും നല്ല സ്ട്രോങ് ആവുന്നു. അവൻ്റെ ഒപ്പോണൻറ്റിന് ഒരു 30 സെക്കൻഡ്സ് പോലും അവന് പിടിച്ചെടുക്കാൻ പറ്റാതായിരുന്നു. അവനങ്ങനെ ഒരു ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു മാർഷൽ ആർട്സിൻ്റെ എക്സ്പെർട്ടായിട്ട് അവൻ മാറി. അപ്പോൾ അവൻ അത് കഴിഞ്ഞിട്ട് അന്നേരമാണ് ഈ പല കോമ്പറ്റീഷൻ വിജയിച്ച ആളുകൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട് പഠിക്കണമെന്ന് പറയുന്നു. ഇവൻ പല ടെക്നിക്സ് അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു ടീം തന്നെ അവനോട് ബിൽഡ് ചെയ്ത് എടുത്തു ഈ മാർഷൽ ആർട്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു നന്നായിട്ട് അറിയപ്പെടുന്ന ഒരാളെ അപ്പോൾ അവനോട് ബോർഡ് ഇങ്ങനെ വെച്ചു, നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നെല്ലാം മറന്നിട്ട് എൻ്റെ ട്രെയിനിങ് വന്ന് ഫോളോ ചെയ്യാമെന്നുള്ളവർ മാത്രം ഇവിടെ ജോയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു ബോർഡും വെച്ചു. അതുകൊണ്ട് പല പിള്ളേരും അവനോട് ജോയിൻ ചെയ്യാൻ വന്നു. അങ്ങനെ അവനതൊരു നല്ലൊരു മാർഷൽ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ മാറ്റി അവൻ്റെ ആ വീടിൻ്റെ പരിസരവും. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ സ്കിൽസ് ഉണ്ടാവണമെങ്കിൽ ആ സ്കിൽസ് ഓൾറെഡി ഉള്ളവരുടെ അടുത്ത് തന്നെ നല്ല രീതിയിൽ പഠിക്കുവാണ് ഏറ്റവും എളുപ്പം. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ചെയ്ത വീഡിയോസും കിടക്കുന്ന അല്ലെങ്കിൽ ഐ ബട്ടണിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫൈൻ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.